നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം. മസാല ബ്രെഡ് ഗീ റോസ്റ്റ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേരുവകൾ എന്താണെന്ന് നോക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞത്, കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്ത ഉരുളൻകിഴങ്ങ് 4 എണ്ണം, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, നാടൻ പച്ചമുളക് 5 എണ്ണം, ഇല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങുന്ന ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതി. ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഒരു കുക്കർ ആണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വയ്ക്കുക. ഏകദേശം 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളക് മുരിഞ്ഞു വന്നു തുടങ്ങിയാൽ അരിഞ്ഞു വച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇതുപോലെ 2ആയി മുറിച്ച് സ്ലൈസ് ചെയ്ത് എടുക്കുന്നതാണ് ഇതിന് നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടുവാൻ ഇത് ഉപകരിക്കും. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇളക്കി യോജിപ്പിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി എല്ലാം നന്നായി ഇളക്കി ചേർക്കുക. തീ കൂട്ടി വയ്ക്കുക. അരിഞ്ഞു വച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുക. സവാളയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം. ഉപ്പ് രുചിച്ചു നോക്കി പോരായ്മയുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം വേവും വന്നിട്ടുണ്ട്. മസാല തയ്യാറായി കഴിഞ്ഞു. ബ്രെഡ് കൂടി ചേർത്ത് ഗീ ബ്രെഡ് റോസ്റ്റ് ആക്കിയെടുക്കണം. വളരെ രുചികരമായ മസാല ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് സവാള കഷണങ്ങൾ കടിക്കുവാനായി കിട്ടുന്നുമുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് തീ നന്നായി കുറച്ച് വെച്ച് അടുപ്പിൽ ഒരു ചട്ടിയോ ദോശക്കല്ലോ വച്ച് നെയ്യ് പുരട്ടി ചൂടാക്കി അതിലേക്ക് ബ്രെഡ് ഓരോന്നായി വച്ചു കൊടുക്കുക. തീ സിമ്മിൽ തന്നെ മതി. ഇനി ഇതിനു മുകളിലേക്ക് തയ്യാറാക്കി വച്ചിട്ടുള്ള മസാല ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനു മുകളിൽ ഓരോ ബ്രെഡ് സ്ലൈസ് കൂടി വെച്ച് കൊടുക്കുക.
ബ്രെഡ് സ്ലൈസിൻ്റെ ഒരു വശം മാത്രം മൊരിഞ്ഞു കിട്ടിയാൽ മതി. മസാലയുടെ മുകളിൽ ബ്രെഡുകൾ വെച്ചു കൊടുക്കാം. ഇനി ഇവ ഓരോന്നായി മറിച്ച് വെച്ചു കൊടുക്കാം. സ്ലൈസുകളുടെ ഓരോ വശവും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇവ ഓരോന്നായി എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള സ്ലൈസുകൾ കൂടി മസാല വച്ച് മുരിച്ചെടുക്കാം. ഇത്തരത്തിൽ തയ്യാറാക്കിയെടുത്താൽ ബ്രെഡ് ഇഷ്ടമില്ലാത്തവർ പോലും രുചികരമായി കഴിച്ചോളും. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നോൺ വെജ് വിഭവമായ ചില്ലി ചിക്കനോ ആണ്. ഈ വിഭവം മറ്റ് കറികളൊന്നുമില്ലാതെ തന്നെ വളരെ രുചികരമാണ്. കുട്ടികൾക്ക് 4 മണി പലഹാരമായി ഏറ്റവും രുചികരമായി ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. മസാല കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അത് അടുത്ത നേരത്തെ ഭക്ഷണത്തിനുള്ള കറിയായും ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വിഭവം തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ബ്രെഡുകളുടെ സ്ലൈസുകൾ എല്ലാം തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ള മസാല നമുക്ക് രാത്രിയിലെ ഭക്ഷണത്തിനുള്ള കറിയായി ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുതേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.